വെബ് ഗെയിം ട്രൈ ചെയ്യോ? ലെവൽ ഡെവിൾ. വെബ് ഗെയിമോ? അതെന്താ സാധനം? സെർച്ച് ട്രൈ ചെയ്ത് നോക്ക്. എന്തോ പേര് പറഞ്ഞേ? ലെവൽ ഡെവിൾ കളിച്ചു. ലെവൽ ഡെവിൽ ഇതെന്താ സംഭവം? മറ്റേ ഡൈനോസറിലാണ് മറ്റേ ഓഫ്ലൈൻ ആവുമ്പോ ക്രോമിൽ ഓഫ്ലൈൻ ആവുമ്പോ കളിക്കുന്നത് അതുപോലത്തെ ലെവൽ ഡെവിൽ നോട്ട് എ ട്രോൾ ഗെയിം അതാണോ? അത് തന്നെ. അതെങ്ങനെ കളിക്കുന്നത് എങ്ങനെയാ? ട്രൈ ചെയ്ത് നോക്ക്. അല്ലാതെ എങ്ങനെ കളിക്കുന്നതെന്ന് പറയാ. ഞാൻ ഇവിടെ ലൈവ് ഇട്ടേക്കുക. ഇവിടെ വന്നില്ല. സ്ക്രീൻ വണ്ണല്ലേ ഇട്ടേക്കുന്നതാ. ഇതെങ്ങനെ കളിക്കുന്നതെന്ന് പറയാ. ഗൂഗിൾ പ്ലേയിലാ? അല്ല, ഫ്രീ ആയിട്ടുണ്ട്. ഫ്രീ ആയിട്ടുണ്ട്. ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തേ. ഇതോ ക്ലിക്ക് ചെയ്തേ. എടുത്ത ഇതല്ലേ ലെവൽ ഡെവിൽ? പാടം ദൂരത്തൊക്കെ കളിക്കാൻ പുഷ്പം പോലെ കളിച്ചു തീർക്കും അതൊക്കെ. ഇതെന്തൊക്കെയാ വരുന്നേ? ഇതെന്തിരി എന്റെ പി സി കൊണ്ടുപോയല്ലേ? എടാ ഞാനൊക്കെ DM ചെയ്തുതരാം. വെയിറ്റ്. എടാ നീ എന്തോ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവല്ലേടാ നീ? ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇന്നിവിടെയാ മൊഴികൾ. എവിടെ? നീ തിരിച്ച് അസനന്റ് കയറിയില്ലടാ? ഞാൻ അസനന്റ് കയറി. ഇനി നമ്മള് താഴെ ഇറങ്ങുന്നില്ല. സിറ്റി കയറുന്നുണ്ടാ? ഫുൾ സ്ക്രീൻ ആക്കി. ജോക്കി ഒരു മിനിറ്റ് ജോക്കി. കളിച്ചോ? ഇതെന്തോ എന്തോ ചെയ്യണ്ടേ? കീബോർഡ് മൂവി. കൊണ്ടുപോയോ? ഫസ്റ്റ് ലെവലായി. ഇതാണ് വലിയ കാര്യം. ട്രൈ ഒരു ഗെയിം ആണോ? അതിനകത്ത് വീണാലും ചത്തു ഇല്ല, അതിനകത്ത് കുഴി വീഴരുത്, അത്രേ ഉള്ളൂ. ജോക്കി അതിന്റെ മണ്ട കേറിയാലും ചത്ത് ജോക്കി. എന്തൊരു റിഫ്ലക്സ് ഇല്ലാത്ത ഈകളെ. ഇതെന്താണോ റിഫ്ലക്സ് ഇല്ലാണ് കളിക്കുന്നത്? ഞാനൊക്കെ ഇപ്പൊ കാണിച്ചു തരായിരുന്നു. ഇതെന്താണോ റിഫ്ലക്സ് ഇല്ലാണ് കളിക്കുന്നത്? ഞാനൊക്കെ ഇപ്പൊ കാണിച്ചു തരായിരുന്നു. ഇതൊന്ന് കളിച്ചു നോക്കി. എടാ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയട്ടെ. ഇത് സ്ക്രീൻ അതിനനുസരിച്ച് മൂവ് ആവും. കേറിട്ട് ലൈവ് ഇട്ടടാ. അവൻ അയച്ചുവിട്ടതാ. കണ്ടാ അറിയാതെ. എടാ ഈ ട്രോളാണ്. നമ്മൾ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിം. ഗെയിമിന് ഇഷ്ടത്തിന് പോകും. ഇങ്ങോട്ടാ നെക്സ്റ്റ് ലെവല്. ഓ ഇത്ര ഉള്ള ഒരു ലെവല് കേറണം നീ. ഞാൻ വിചാരിച്ചു എന്നെ കേറിയാലും ചാവുന്നു. ഓ അത് പറ. ഇപ്പൊ തീർത്തരാം. എന്താ നീ വിചാരിക്കുന്ന പോലെ പോകത്തില്ല. ഉണ്ടോ? നോക്കണേ. ഞാൻ 6ാമത്തെ ലെവലായേ. ഒന്നും നടക്കത്തില്ല. തോന്നുന്ന കണക്ക് പോകും. ഇങ്ങനെ തള്ളുന്നുണ്ട് കേട്ടാ. ഞാൻ സ്ട്രീം ഇട്ട് കാണിച്ചു തരാം. സിമ്പിൾ ഗെയിമിനൊക്കെ ഇത്ര നിക്ക് പോലെ. ഇനി പോക്കോ. രണ്ടാമത്തെ വീട്ടിൽ കയറിയേ. ഞാൻ 5 വീട്ടിൽ കയറി നോക്കി ഇപ്പൊ ഇവിടെ. പിന്നെ അതല്ല, ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനമുണ്ട്. ഇനി അടുത്ത ലെവലിലോട്ട് പോകുന്നത്. ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റേജ്. ഇത് എളുപ്പമല്ലടാ. അത് എളുപ്പാ കളിച്ചോ. ഞാൻ തീർത്തു കേട്ടോ. ഇന്ന് അവിടെ ഇരുന്ന് പലതും ഇറക്കിയും പൊട്ടിക്കും നീ. ഞാൻ കാണിച്ചു തരാമല്ലോ. എടാ ഇതൊന്നും വലിയ പാടുള്ള പരിപാടിയൊന്നും സ്ക്രീൻ നോക്ക്. ഒന്നും ഒരു സീനും ഉള്ള കാര്യമല്ല. ഞാനൊക്കെ ഈകൾ എത്രാമത്തെ ലെവലടാ? സെക്കൻഡ് സ്റ്റേജ്.
അത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇരിക്കുന്നടാ തന്നെ. എനിക്കിത് ശരത്തേട്ടനെ കൊണ്ട് കളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എടാ ഇത് കളിച്ച് തീരാറായി ഞാൻ. ഓ ഫൈനലി. ഇത് വഴി ഇത് വഴി ലെഫ്റ്റില് ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്നടാ. എടാ എവിടുന്ന് വന്ന് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ അവിടെ. ഇത് പറ്റൂല. ഞാൻ ഐഡിയ കളിക്കാം. അത് ചോദിക്കണേ. സൂപ്പർ സിമ്പിൾ ഗെയിം. എന്തൊക്കെയായിരുന്നു സിമ്പിൾ ഗെയിം. ഇപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? എടാ ഞാൻ തീരാറായി കേട്ടോ. രണ്ടാമത്തെ വീട്. അല്ല പിന്നെ ദേഷ്യം. ഇതെന്താ? ഇതൊന്നും ഇല്ലല്ലോ. അയ്യോ എന്ത് അതെന്തെളുപ്പം. ഈസി. ഇത് തന്നെ തിരിച്ചൊരു ഓട്ടോ ഓടിയും. അയ്യോ ആ കുഴി പോയി ഇരിക്കണായിരിക്കും കേട്ടോ. ഈസി കാര്യം ഉണ്ടാ. നീ അവിടെ തന്നെ ഇല്ലേ? ഞാനും അവിടെ തന്നെ. ഇത്ര ഇവിടെ എത്തിയ അയ്യോ ഒരു വരവ് വന്നു. തേർഡ് സ്റ്റേജിലായി. തള്ളിയിട്ട് കൊണ്ടുപോയി മതിലെ തട്ടിക്കൊണ്ടിട്ട്. ഞാനും തേർഡ് സ്റ്റേജ് ആയി. എന്നല്ല എന്റെ കളി. എന്റെ കളിപ്പുള്ളയാണല്ല ഞാൻ. ഇതൊക്കെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി. അതൊക്കെ നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ്. അവളെ പിടിച്ചൊക്കെ കേറാൻ നോക്കി കേട്ടോ. അത്രേ ഉള്ളു. ചാടിക്കോ. ചാടി. ഓക്കെ കസാൻ പോലും ഇത്രയും പാടില്ലായിരുന്നു. എടാ അവൻ എന്താടാ അപ്പുറത്ത് പോവാത്തേ? അങ്ങനല്ല, അതിന്റെ മണ്ടയ്ക്ക് ചാടിയിട്ട്. എടാ അവൻ നമ്മുടെ ചന്തി വന്നൊരു പുഷ് തരുമല്ലോ. ആ പുഷിന്റെ ഫോഴ്സിൽ നമ്മൾ അപ്പുറത്തോട്ട് പോണം. മനസ്സിലായ? അങ്ങനെയാ. മേ ബി ആ സാധനം പൊങ്ങുമ്പോ അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ടാണ് കേടുന്നത്. സൂപ്പർ. അങ്ങനെ ഒരു വഴിയില്ല. വണ്ണി നീ വിചാരിക്കും പോലെ പോത്തില്ല ഗെയിം. ചേട്ടാ എനിക്ക് അതിന്റെ മണ്ടയ്ക്ക് ചാടിക്കാം. എന്നിട്ട് ആ പൊങ്ങത്തില്ല, അതിന്റെ മണ്ടയ്ക്ക് കയറി. ആ അങ്ങനെ വല്ലതും കയറി. എടാ ഇത് എന്ത് എളുപ്പമുള്ള ഗെയിമാടാ ഇങ്ങളെ. എടാ ഇടിച്ചിട്ടടാ. സിമ്പിൾ. അല്ല പിന്നെ നിന്ന് പോണോടാ. സിമ്പിൾ. അവിടെ വെച്ച് പോയി തട്ടിയിടാൻ നോക്കിയുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് ഞാൻ വരാം. ചതിച്ചതാ. ഇതെങ്ങനെയാടാ ഈ ലെവലിൽ കയറി? എന്റെ നോക്കിയടാ. ചാടണ്ട അവിടെ തന്നെ നിന്നാ വേണ്ട. അത് കുറച്ച് സ്ഥലമില്ല ഈ സ്ഥലത്ത് നിൽക്കാൻ. ഈ റൈറ്റ് സൈഡിൽ തന്നെ സ്ഥലം കണ്ട. ഇവിടെ ചാടുന്നതിന് അതിന്റെ മുകളില് മുകളിൽ കൂടെ ബുദ്ധിയാടാ. അതിന്റെ മുകളിലത്തെ ഡോട്ടിലിട്ട് ടച്ച് ചെയ്തേ. അപ്പൊ എനിക്കറിയത്തില്ല, നോക്കണം. ഒരു ബോൾ എടുത്തില്ല. ചേട്ടാ ഞാനൊരു കാര്യം പറയാം. തിരിച്ചു നടന്നേ. ഇല്ല അതും ഇല്ല. ചേട്ടന്റെ മുകളിലത്തെ എടുക്കാൻ പാടില്ല. അപ്പൊ മുകളിലത്തെ എടുക്കാൻ പാടില്ലെന്ന്. നേരെ ഓടിയ ഇനി അഗീകളെ നോക്കട്ടെ. ഇവിടെ എന്തായി? തീർന്നില്ലേ ഇത്? രണ്ടെണ്ണം തൊട്ടാ പൊടിയുന്നതാ. അപ്പൊ ഞാനാണല്ലേ ഈ കൂടെ ഏറ്റവും മുമ്പത്ത്? ഞാനാ ഏറ്റവും മുമ്പതി. അല്ലല്ല, ഞാൻ ശരത്തേനൊക്കെ മുമ്പത്ത് ഞാനാ.
നീ എത്ര വീടെത്തി? നേരത്തെ നമ്മൾ നോക്കിയില്ല അത് തന്നെ. അല്ലല്ല അതൊക്കെ കഴിഞ്ഞ വല്ല കാര്യം നേരെ എടുക്കാൻ പോയത് ചേട്ടാ എടുക്കണ്ട മേളത്തെടുത്ത് തീറും നേരെ നടന്നങ്ങ് പോയാ മതി. ഈകളെ വെള്ളത്തെ എടുക്കാൻ പാടില്ല, നിന്നെ പറ്റിക്കാൻ പറ്റിക്കോ അത്. അതാ പോയിട്ട് വന്ന് വീണ്ടും എടുത്തത് മനസ്സിലായ. ഓക്കെ സൂപ്പർ. ഇൻവിസിബിൾ. എടാ എങ്ങനെയാണ് ആ ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് താഴോട്ട് പോയത്? അവിടെ എത്തുമ്പോ തന്നെ അണ്ണാ അല്ലല്ല ഇത് 3-ൽ തൊടണം. 3-ൽ തൊട്ടാലേ ഇത് കയറാം. ആണോ? 2 തൊടുന്നതിന് മുമ്പ് താഴെ വീഴുമല്ലേ? അല്ല 3-ൽ തൊടണം. 3-ൽ തൊടണം. അല്ല 3-ൽ തൊടണം. നീ അവിടെ നിന്നേ, രണ്ടാമത്തിൽ നിന്നിട്ട് ചാട്. ഇന്നലെ തന്നില്ലല്ലോ. നിന്നോ? അടുത്തേൽ നിക്ക്, ഇനി ചാട്. അത് നീങ്ങിപ്പോയടാ പോലെയാടി, അത് നീങ്ങിപ്പോയത്. ഈകളെ അണ്ണാ പറയാ ആയി തുറന്നോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടില്ല അത്. അണ്ണാ ഇത് ഫാസ്റ്റ് ചെയ്താലും എന്തേലും ഗുണമുള്ള ഓടി ഒന്ന് ജമ്പ് ചെയ്തേ. ദേ നടക്കുന്നു. എടാ എനിക്കിപ്പോ കാര്യം മനസ്സിലായി. എങ്ങനെയാന്ന് പറയട്ടെ, നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ. നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ കാര്യം. നമുക്ക് ഒരു വട്ടം ചാടി ഇവിടെ നിക്കാം, എന്നിട്ട് ഇത് ഇങ്ങനെ നീങ്ങാം. അടുത്തേല് ചാടി ഞാൻ ഇങ്ങനെ നീങ്ങി, ഇനി ഒരു വട്ടം നീങ്ങാം. ഒരു വട്ടം നീങ്ങായിരുന്നു. ഞാൻ 2 ആയിപ്പോയി. ഒരു വട്ടം നീങ്ങായിരുന്നു. മനസ്സിലായ? ഞാൻ പറയാം, അവിടെ നിന്ന് ചാടുന്ന പോലെ ആക്കിട്ട് തിരിച്ചു വാ. ചാടിയിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വാ. റൈറ്റിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. ട്രാപ്പ് ബീറ്റ് അങ്ങോട്ട് പോകാനല്ല, റൈറ്റ് സൈഡിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് ചെയ്യണം. അതെ, അപ്പോഴേക്കും അത് മൂവ് ആവും. മനസ്സിലായോ? മറ്റേ ട്രാപ്പ് ബെയിറ്റ് ആക്കിക്കോട്. ചാടി ഇല്ലേ അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ചാടാൻ പറ്റൂല. ഇത് ഭയങ്കര ഇതിനൊരു വല്ലാത്തൊരു ഇതിന്റെ സൗണ്ട് ബെയിറ്റിംഗ് ആ നമുക്ക്. അത് പറ്റും, അതെല്ലാ ഗെയിമിലും പറ്റും. ഇല്ല ഇത് തീർത്ത് എനിക്ക് ഗെയിം തീർക്കണം. ഹൈ അടുത്തുണ്ടായിരുന്ന അടി കിട്ടുമായിരുന്നു. എടാ അങ്ങോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, ഈ നാട്ടുകാർ കാണുന്ന 1590 ഒക്കെ എടുത്തു വെച്ചിട്ടേ ഞാൻ സ്ട്രീം ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ 1590 ഒക്കെ 2 MB ഗെയിം ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ. ഹൈ ഗ്രാഫിക്സ് ഇട്ടാ കളിക്കുന്നത്, എല്ലാരും കാണണം. ഫുൾ ഗ്രാഫിക്സ് ആണ്. ഫുൾ ഗ്രാഫിക്സ് ആ. എടാ ഞാൻ എന്തായാലും എന്റെ അത്ര എത്തിക്കാണല്ലോ ചേർത്തേട്ടാ. നേരത്തെ കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ 1 ഇല്ല ചേർത്തേട്ടൻ കഴിഞ്ഞാൽ 3, 4, 5, 6ാമത്തെ ഗുണ ഗെയിമാണടാ ഇത്. ഓ മനസ്സിലായി. ഓക്കെ, ഈകളെ അതിൽ തുടരുത്. ഒന്നും തൊടണ്ട നമുക്ക് വെറുതെ. ഒന്നും തൊടല്ല അണ്ണ. ലാസ്റ്റ് പെട്ടെന്ന് ലാസ്റ്റ് ഓടിക്കാറണം. കണ്ണാപ്പി പറഞ്ഞു കൊടുക്കണ്ട, കളിക്കട്ടെ. ചാടണം തോന്നുന്നു അല്ലേ? ചാടണം തോന്നുന്നു. കൊച്ചു പിള്ളേരുടെ ഗെയിം അവിടുന്നല്ല, കൊച്ചു പിള്ളേരുടെ ഗെയിം. ആരാത് പറഞ്ഞേ ടൈം കൂടെ അവൻ പറഞ്ഞു ഓടിക്കറണമെന്നല്ലേ ഞാൻ പറഞ്ഞ കള്ളൻ. അതിനകത്ത് ചന്തിക്ക് ഇടിച്ചിട്ടുവാ. ചന്തി അടിച്ച് ഫ്രണ്ടിലാക്കിന്ന്. അവിടെ ഒരു ബ്രേക്ക്, അതിൽ തോക്കാൻ പാടില്ല. അവിടെ ഒരു ബ്രേക്ക് വേണമായിരുന്നു അളിയാന്ന്. മൂവി എന്നെ കൊന്നടാ. ലാസ്റ്റ് ചാടണ്ട, അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാ,
ജോക്ക് പീസ് അടിച്ചു പൊട്ടിച്ചത് വഴി പോയി. അടിച്ചു പൊട്ടി കീബോർഡിന് സൗണ്ട് കേൾക്കുന്നു. ഞാനിത് തീർത്തിട്ടേന്ന് വരുന്നു. തീർത്തിട്ടുള്ളൂ ഞാൻ ബാക്കി. ലെവൽ 2 ഏഴാമത്തെ വീടായി. ലെവൽ 2 ഉണ്ട് കേട്ടോ. ഓ മയില്. ഓട് 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 ഓട്. ഓട്ടോയിലും വഴി കാണിക്കുന്ന പോലെ കുറെ ഉണ്ട്. നേരെ കയറിയാ പോരെ. ഏടാ, ഇതൊന്ന് ചാടറാ കൊച്ചു പൂച്ചാണ്ടി. അവിടെ നിന്ന് കീബോർഡൊക്കെ ആ പൊട്ടി കുഴി പോയി. സൂക്ഷിച്ച് ചാടണേ. എന്തോ ഒരു ട്രാപ്പ് ഇല്ല, ഉണ്ട്. ഒന്നുമില്ല ധൈര്യമായിട്ടാണ് ചാടിക്കുക. ചുമ്മാ ആണ് ഇവൻ പലതും പിന്നെ നമ്മളെ പറ്റിച്ച് വീണ്ടും. ഇതാദ്യം കാണും എന്തേലും കാണും. പിയാടി മനസ്സിലായി മനസ്സിലായി. അവിടെ വിളിയൊക്കെ കേട്ടു തുടങ്ങിട്ടാ. ഒന്നുമില്ല ധൈര്യമായിട്ട് സ്പേസ് ജമ്പില്ല. ഈ സാധനം പൊങ്ങുവാണ്, മനസ്സിലായ? ഐഡിയ ഞാൻ തന്നെ വേണം. എല്ലാത്തിനും ദയവേത് പറയായിരിക്കും, ഐഡിയ പറയായിരിക്കും. ഞാൻ കളിച്ചോളാവേ. കളിക്കട്ടാ. ഇതെന്താ അടിയില് റബ്ബർ ബുഷ് വെച്ചാ? സൂപ്പർമാന്റെ ഷഡ്ഡി കിട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബ്രോ ഫുൾ ഗ്രാഫിക്സിൽ എനിക്ക് ആവറേജ് ഇപ്പൊ ഒരു 1300 FPS കണ്ട സിമ്പിൾ. എടാ ഞാൻ ഒരു പറയാൻ, ഞാൻ പണ്ട് എന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കൊതുകിന് വരെ ഷെഡ് ഇടിക്കാൻ പറ്റും. ഞാൻ പണ്ടൊരു കൊതുകിനെ ഷെഡ് ഇടിപ്പിച്ചിട്ട് അതിന് പിന്നെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാതെ അത് മരിച്ചു പോവായിരുന്നു. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ കൊതുകിനെ വരെ ഷെഡ് ഇടിക്കാം. വിളിക്കുന്നുണ്ടോ? ഓ കളിക്കാം. വിളിക്കണേ. പിന്നെ കീബോർഡ് അതെന്താ തന്നെ ചാടിയത്? പുതിയ കീബോർഡ് മേടിച്ചിട്ട് വരാം. വിളിക്കണേ. പുതിയ കീബോർഡ് മേടിച്ചിട്ടാ കേട്ടോ വിളിക്കണേ. കേട്ടോനെ നമ്മള് സ്പേസിൽ നിന്ന് വിട്ട അപ്പൊ പോവുത്. കണ്ടോ ഇത്? കണ്ട ജോക്കി ഒരു മിനിറ്റ് സ്പേസിൽ നിന്ന് വിടാൻ പറ്റൂല. കണ്ട തിരിച്ചു ചാട്. ലെഫ്റ്റിലോട്ട് എന്നിട്ട് വീണ്ടും പോ. എന്നിട്ട് അടുത്തതിനകത്ത് സെയിം റിപ്പീറ്റ്. എന്നിട്ട് തിരിച്ചു ചാട്. എന്നിട്ട് സെയിം റിപ്പീറ്റ്. അങ്ങനെ പോയില്ലേ ലെഫ്റ്റ് വെക്കാൻ റൈറ്റിലോട്ട് പോകും. വിളിക്കണോ? വിളിക്കാം. സിമ്പിൾ. ആദ്യം മനസ്സിലായി ഡീകോഡ്. ആദ്യം ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോകും, രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോകും. ഓക്കെ, സെന്ററിൽ നിൽക്കണം. ഓക്കെ, പൊളിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയാവോ? അത്രേ ഉള്ളൂ. ഈസി. ഇത് ഓക്കെ, എനിക്ക് ഡീകോഡ് 2 സെക്കൻഡ് വേണേ. അതെ, എന്തേലും പൊളിയാനുണ്ടല്ലോ. ഇല്ലേ? ഇല്ല, ഇതൊന്നും പൊളിയാനില്ല. ചിലടത്തെ നമ്മൾ വിചാരിക്കുന്നത് തരത്തില്ല. ചിലടത്ത് കൺഫ്യൂസ് ചെയ്യാൻ നമ്മളെ വെച്ചിരിക്കുക. എന്തോ പോകാനുണ്ടോ ഇവിടെ? ഞാനായിരുന്നു പോകാനുള്ളത്. അല്ല, അതിന്റെ കൂടെ പ്ലാറ്റ്ഫോം പോയായിരുന്നു. പോയിരുന്നു. അപ്പൊ അതിന് മുമ്പ് ചാടിക്കണം. എന്തൊരു സാധനോടാ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളിത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യല്ലേ. നാളെ മറ്റേ ധോണി ക്യാൻഡി ക്രഷ് കളിച്ചപ്പോൾ ഡൗൺലോഡ്സ് കൂടിയതുപോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാഷ് തരാനാ വയ്യ. അവര് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരമായി പോവേ. പൈസ കൊടുക്കണം. ആണല്ല, അപ്പൊ ഒരു വണ്ടി മേടിക്കത്തില്ല. അത് അല്ലല്ല അത് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച പോർഷൻ ഇല്ലേ, അത് പോയി. നമ്മളത് ഊഹത്തിൽ ചാടണം. കണ്ട പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ചാടുമ്പോ താഴെ വീഴും. ഒരു തന്തയില്ലാത്തവനാണ്. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാര്? അഞ്ചാമത്തെ വെയിറ്റ് എടാ മിണ്ടാ കളിക്കടാ.
സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ അതിന്ന് തിരിച്ച് ഇതീ ചാടിയിട്ട് മുകളിലോട്ട് ചാടണം അല്ലേ? മുകളിലോട്ട് ചാടണം. ഇങ്ങനെ ആലോചിച്ചു വന്നു. ഓക്കെ, തിരിച്ച് ചാടാൻ സമ്മതിക്കുന്നില്ല. അതിൽ നിന്നാ മതി, അതിൽ നിന്നാ മതി. അവിടെ നിന്നാ മതി. അടുത്തേക്ക് നോക്കി. സത്യം, ഞാൻ എന്തിനാ മറ്റേ ചാടുന്നല്ലേ? ഞാനത് പറഞ്ഞപ്പോ പോലും നിങ്ങക്ക് എന്നെ ഒന്ന് തിരുത്തിക്കൂടായിരുന്നോ? ഓക്കെ, അത് മാത്രം മുകളിലായിരുന്നോടാ. എന്തൊരു കട്ട മാറ. അപ്പൊ അവിടെ സ്ട്രൈഫ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ശ്രദ്ധിച്ചോണേ. മിഡ് സ്ട്രൈഫ് ചെയ്യണേ. ലെഫ്റ്റിലോട്ട് സ്ട്രൈഫ് ചെയ്ത് നോക്ക്. നോർമൽ ഇല്ല, നോർമലി ചാട്. നോർമലി ചാട്. നോർമലി ചാടിയില്ല, അതിനെ മണ്ടയ്ക്ക് ഇടിക്കും. നോർമലി ചാടി ഇവിടെ വന്നിട്ട് ചാട്. ആണ് നോർമലി ആദ്യം ചാടിയത്. അത് ചാടിയില്ല. ഞാൻ പറഞ്ഞില്ലേ നോർമലി ചാടാൻ പറ്റും. നോർമലി ചാടാൻ പറ്റും നിനക്ക്. അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല. സൂപ്പർ. അവിടെ തട്ടണം. അവിടെ ലാസ്റ്റ് മാത്രമാണ് മറന്നു പോയെന്നല്ല. സത്യം മറന്നു പോകുന്നുണ്ട്. മറവിനോണ്ട് കേട്ടാ. ഇതിന് നേരെ നടന്നു കയറിയാ മതിയല്ലേ? ഓ, പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ കയറരുത്. ലാസ്റ്റത്തിൽ ചാടി പോണം, അത്രേ ഉള്ളൂ. ഇതിലും ചാടാ. ഇതിലും ചാടി കയറി. ഇത് എന്തൊരു സിമ്പിൾ ആണ് ഇത്. സൂപ്പർ. ഞാൻ ഇപ്പഴെനിക്ക് മനസ്സിലായി, നമ്മള് കുഴി വീഴണം. അവിടാണ് കണ്ട കുഴി. അടുത്തൊരു കുഴി ഉണ്ടോ ഇല്ല കേട്ടോ. അടുത്തൊരു കുഴിയില്ലടാ, അത് തന്നെ അടി പോവാ. കണ്ട എന്തോ ഉണ്ടാക്കി വെച്ചേക്ക. ഇത് കുഴിന്ന് വരുവേ. അവിടെ ലെഫ്റ്റിലോട്ട് ചാടി. അത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ. അയ്യോ ടെൻഷനായി പോയെന്ന്. ടെൻഷനായി കളഞ്ഞ്. സൂപ്പർ. എടാ, അത് നീങ്ങും നിനക്കറിയാം. കണ്ട ഈ തന്തലത്തിൽ അനങ്ങാതിരുന്ന കണ്ട കണ്ട കണ്ട. അത് അവിടെയാണ്. നീ അവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക്. അവിടെ നേരെ റൈറ്റിലോട്ട് അങ്ങ് ചേർന്ന് പോയി നോക്ക്. സിമ്പിൾ. ചാട്, റൈറ്റിലോട്ട് ചാട്. സിമ്പിൾ. കണ്ണാവി വീസി അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. കീബോർഡിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. എവിടായിരുന്നു മറ്റേ സാധനം? അമ്മൂമ്മയുടെ കൈ ഇവിടെ എങ്ങാണ്ടാണ്. നോർമലി ചാട്. സിമ്പിൾ. ലെവല്. പേഷ്യൻസ്. ഇത് കുറച്ച് കൂടുതൽ. എന്ത് റിലാക്സ് ആയിട്ടുള്ള ഗെയിമാണെന്ന് അറിയോ? എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്ലഷർ കിട്ടണം. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണം ഗെയിം കളിക്കുമ്പോ. മെന്റലി ഭയങ്കര ഹാപ്പിനെസ്. സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. സന്തോഷം കൊണ്ട് ടെലിപോർട്ട്. താഴെ ടെലിപോർട്ട്. താഴെന്ന് പറഞ്ഞ അവൻ എവിടെയെങ്കിലും കൊണ്ടിടുക നമ്മള്. അതങ്ങനെയാണ് കൊണ്ടുപോവാ. ഞാൻ കൺട്രോൾ ചെയ്യണതല്ല. സൂപ്പർ. ഇത് ഞാൻ കൺട്രോൾ ചെയ്തതാ. അളിയോ അത് കൺട്രോൾ ചെയ്യണോ അളിയോ? അത് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു നീ മുകളിൽ സ്പോൺ ആകുമ്പോ റൈറ്റിലോട്ട് പ്രസ് ചെയ്തേ. എനിക്കിപ്പോ മനസ്സിലായി അത് എങ്ങനെയാണെന്ന്. നിങ്ങക്ക് ആർക്കും ബുദ്ധി വന്നില്ല.
ഞാൻ പറയാ, നിങ്ങൾക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വയ്ക്കണേ കണ്ടാ ഇതാ ചെയ്യാൻ പറഞ്ഞത്. നേരത്തെ ചെയ്യാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇപ്പൊ കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഗെയിം ഉണ്ടാക്കിയത് എനിക്ക് പറയാതിരിക്കാൻ വയ്യടാ. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവളയാ? അവിടുന്ന് അപ്പുറത്തോട്ടാണ് അല്ലേ? കണ്ടാ വെറും റാസ്കലാ ഉണ്ടാക്കിയെന്ന്. സത്യം. എടാ ഇവൻ വെയിറ്റ് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഇവൻ അവൻ പോയി ചേട്ടൻ മറന്നോ? എടാ അവൻ നിക്കൂല, അത് നിനക്ക് വേണ്ടി നിക്കൂല. അത് കുറച്ച് എടാ അവൻ മറന്നു വീണ്ടും മറന്നു. ഇവൻ മറന്നു പോകും കേട്ടോ. മറന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചാടുമല്ലേ? ഇത് വരുമ്പോ എടാ അത് വരുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ റൈറ്റിലോട്ടാ വരുന്നതെന്ന് ഓർമ്മയില്ലേ? റൈറ്റിലോട്ട് മൂവ് ചെയ്യും, റൈറ്റ് ചേർന്ന് പോയി, നീ പിന്നെ എന്തിനു പറയണേ? ഞാൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് എനിക്ക് ഡീകോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഓക്കെ കളിച്ചോ. ഇത് സൂപ്പർ. ഒരുപാട് ചിന്തിച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോയി. ഇത് ഇതിന് തന്തയില്ലാത്തവനാണടാ. അവിടെ നിക്ക് ചാടിക്കോ. ഓക്കെ ഞാൻ വീണ്ടും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്തോ വരും. അതെങ്ങനെയാണ് രക്ഷപ്പെട്ടെ? കാലുകൊണ്ട് അതെന്താ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്റെ. കറക്റ്റ് എന്ത് രസമായിട്ടാണ് ഞാൻ കളിച്ചെന്നറിയാം അവിടെ. കറക്റ്റ് ഇതെന്തോ എനിക്ക് പണി വെച്ചേക്കുവാണേ. ഇതെന്തോ പണി വെച്ചേക്കുവാണേ. ചുമ്മാ ബെറ്റ് നോക്ക്, ഒന്ന് ബെറ്റ് നോക്ക്. സൂപ്പർ. ഇത് ലെവൽ അടുത്തെന്താ പണിയുണ്ടേ? ഇത് റിപ്പീറ്റ് ആണോ? എന്തോ പണിയുണ്ടേ? ഇവിടെ വരുന്നടാ ഈ ടെലിപ്പോർട്ട്. ഓക്കെ എടാ എത്ര ഷോ? 2 എണ്ണിക്കോണേ. 3 4 5 6 അടുത്തില്ല. ആണോ? കസാരലോട്ട് നിന്റെ അച്ഛനെ കൊണ്ടിരുത്ത്. പുള്ളി ഈസി കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണ കണ്ടാറോളി കേട്ടാ. 3 റൈറ്റ് സൈഡില് പോയില്ലല്ലോ അവസാനം. കണ്ടോ? അല്ല അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അനുവിനെ കൊണ്ടുപോകും. ഇതൂടെ കഴിഞ്ഞിട്ടാണ് അത് വരുന്നേ. നീ തന്നെയല്ലേ രണ്ടാമത്തെ റണ്ണി? 1 2 3 നേരത്തെ കണക്ക് ഓർമ്മയുണ്ടോ? 4 5 6 അങ്ങനെ ബ്രേക്ക് കിട്ടുന്നൊരു സാധനം അല്ല. 2 3 4 5 6 അല്ല അവിടെ മെഴുകും, അവിടെ കൊണ്ടുവിടും ഇല്ലേ? കൊണ്ടുപോയ നിന്നെ. ഇതെന്തോന്നടേ? ഇതെങ്ങനെ പോവും? എന്തായാലും ഒരു പ്രാവശ്യം വീണാലേ മനസ്സിലാകത്തുള്ളൂ. ഇത് ഒരു വട്ടം വീഴാതെ ഞാൻ ഇത് ഫിനിഷ് ചെയ്താലോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ ഒരു അണ്ടി മുമ്പ് ഞാൻ നേരെ ചാടാൻ പോണേ. അയ്യോ അളിയാ, നീ ഒരു അണ്ടി മുമ്പനായി പോടാ രഘുലേ. അളിയോ ലൈവിൽ അറിയാതെ നീ അണ്ടി മുമ്പനായി പോടാ. അറിയാതെ പറ്റിപ്പോയതാ രഘുലേ. നന്നായിട്ട് രണ്ടാമത്തെ ചാടി നോക്ക്. എടാ ഒന്നാമത്തെ ചാടല് പണി. ഞാൻ പറയട്ടെ, ഇതില്ലേ ഇത് ഇവിടെ വരണം, മനസ്സിലായോ?
സൂപ്പർ. അത് അതിൽ തന്നെ അപ്പൊ right side ചാടണം. അതിബുദ്ധിയല്ലായിരുന്നു അത് ഇവിടെ തന്നെ. അതിബുദ്ധിമാറില്ലേ? അവൻ നമ്മളെക്കാളും അത് അതിൽ തന്നെയാണ് ചാടുന്നത് കേട്ടാ. കണ്ടാ എടാ, ഈ പട്ടി പിന്നെയും വരും. അവൻ മറ്റൊരു ലെഫ്റ്റിലായിരിക്കും ചാണ്ട കേട്ടാ. ഈളെ ഓർമ്മയുണ്ടല്ലോ എങ്ങനെയൊക്കെ പോയെന്ന്. ഇല്ല. റൈറ്റ് ചാണ്ട. ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ലെഫ്റ്റാ. ഇവിടെ നേരെ ചാടാൻ പറ്റത്തില്ല. ഇവിടെ നേരെ ചാടാൻ പറ്റത്തില്ല കേട്ടാ. അതന്നെ ലെഫ്റ്റ് ആയിരുന്നു. അത് ലെഫ്റ്റ് ആയിരുന്നു. അയ്യോ, ഞാൻ തെറ്റിപ്പോയി. എല്ലാം Right, അങ്ങറ്റം വരെ right. പഠിച്ചിട്ട് ലെഫ്റ്റ് 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 മണിക്കുട്ടി ആരാണ് മണിക്കുട്ടി വിശേഷിക്കണം. സമ്മതിച്ചല്ലേ? ലെഫ്റ്റ് നേരെ ചാടിയാ മതിയാ. നേരെ കാണിയാ മതി. ദൈവമേ, അത് അല്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ രഘുലേ നീ പറഞ്ഞു. എടാ എനിക്ക് എന്റെ ബ്രെയിൻ ഔട്ട് ആയടാ. തല പോയി. ബ്രെയിൻ ഡിലേ കൂടി. എത്ര റണ്ണിൽ ഔട്ട് ആയിടിയാ? തന്തയില്ലാത്തവനെ. ഇനി എങ്ങോട്ടാ? ലെഫ്റ്റ് ഇനി മറന്നു. ഇത് ലെഫ്റ്റ് 100%. ഈശ്വര തൂറിന്ന് ഇല്ല. ദൈവമേ.